ശ്യാമപ്രസാദ് ഉത്തമൻ ഒപ്പം ചേരുന്നു. ശ്യാമ, എന്താണ് തുടർ നടപടികളായി ഹണി റോസ് പറയുന്നത്? മാർഷൽ, അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ താൻ കൊടുത്ത പരാതിയിൽ അതിവേഗം നടപടി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് യൂട്യൂബർമാർക്കെതിരെ അടക്കം ഇത്തരത്തിൽ പരാതിയുമായി ഹണി റോസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഏകദേശം 20ഓളം വരുന്ന യൂട്യൂബർമാർക്കെതിരെ പരാതി നൽകാനാണ് തീരുമാനം. ഇതിൽ പ്രധാനമായിട്ടും ഈ യൂട്യൂബുകളിൽ ഇടുന്ന വീഡിയോകളിൽ അതിൻ്റെ തമ്പനയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ്, തൻ്റെ ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ട് തമ്പനയിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇത്തരത്തിൽ ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്നത്. അവർക്കെതിരെയാണ് ഹണി റോസ് ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. നിലവിലെ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ എടുത്ത അതിവേഗ നടപടി, പോലീസിൻ്റെ അതിവേഗ നടപടി, ഈ കാര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യൂട്യൂബർമാർക്കെതിരെയും ഇത് ആർക്കും ഉണ്ടാകരുത് ഇത്തരത്തിൽ ഒരു ദുരനുഭവം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരു മുന്നണി പോരാളിയായി നിൽക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. അവർക്ക് പിന്തുണയുമായിട്ട് നിരവധി സിനിമാ മേഖലയിലടക്കമുള്ള സംഘടനകളടക്കം എത്തിയിട്ടുണ്ട്. AMMA അടക്കം നിയമപരമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലടക്കം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നിലവിലിപ്പോൾ ഏകദേശം 20ഓളം വരുന്ന യൂട്യൂബേഴ്സിൻ്റെ ഈ കണ്ടന്റുകൾ, അതോടൊപ്പം തന്നെ അവരുടെ കമൻറ്റുകൾ, അവരുടെ തമ്പനയിലടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള കമൻറ്റിട്ട ആളുകളെ അടക്കം പോലീസ് ട്രേസ് ചെയ്ത് വരുന്നുണ്ട്. സൈബർ സെൽ അടക്കമുള്ള വിദഗ്ധർ അടക്കം ഇതിൽ ട്രേസ് ചെയ്തു. അതിൽ പകുതിയും വ്യാജ അക്കൗണ്ടുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള അക്കൗണ്ടുകളുണ്ട്. അത്തരത്തിലുള്ള അക്കൗണ്ടുകളും വ്യാജ അക്കൗണ്ടുകളും എല്ലാം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായിട്ട് ഫേസ്ബുക്കിനോട് ഇത് സംബന്ധിച്ച് ഈ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ നൽകുവാൻ പോലീസ് നേരത്തെ കഴിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ യൂട്യൂബേഴ്സിൻ്റെ, അതായത് വരുമാനം ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിന് എതിരെയാണ് ഇത്തരത്തിൽ പരാതിയുണ്ട്. ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സ്വാഭാവികമായും അവിടെ പരാതിയിൽ ആക്ഷൻ എടുക്കും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ APPയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ബോബിക്ക് ജാമ്യം നൽകരുതെന്ന് അതിശക്തമായി ആവശ്യപ്പെടാൻ പോവുകയാണ് പോലീസ്.